നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്യുമ്പോൾ പൊടുന്നനെയുണ്ടാകുന്ന മഴ പെയ്യുമ്പോൾ പലയിടത്തും പലതരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിക്കാറുള്ളത്. ഇപ്പോഴിതാ നമ്മുടെ ലോകത്തിന്റെ മറുവശത്ത് കടുത്ത ചൂടാണെങ്കിൽ അതിനിപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ചുഴലിക്കാറ്റും അതിതീവ്ര മഴയും കാരണം വളരെ വേദനയോടുകൂടി നിലവിളിക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുന്നത്. ഫിലിപ്പീൻസിലെ പ്രധാന ദ്വീപായ ലുസോണിയൻ അതിതീവ്ര ചുഴലിക്കാറ്റായ ഹാങ്വോങ് ആഞ്ഞടിച്ചതോടുകൂടി കനത്ത നാശമാണ് ഉണ്ടായിരിക്കുന്നത്. ആഞ്ഞടിച്ച ചുഴലിക്കാറ്റുണ്ടാക്കിയ ദുരിതത്തിൽ 2 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10 ലക്ഷത്തോളം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചെന്നും ദുരന്തത്തെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. അറോറ പ്രവിശ്യയിലേക്കാണ് കാറ്റ് കൂടുതൽ നാശം വിതച്ചത്. രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപുകളിലൊന്നായ ലുസോണിൽ അടിയന്തരാവസ്ഥ അടക്കം പ്രഖ്യാപിച്ചാണ് ചുഴലിക്കാറ്റിനെ നേരിട്ടത്. 230 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് ആഞ്ഞടിച്ചത്. 185 മുതൽ 230 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ആഞ്ഞടിച്ചെന്നാണ് ഫിലിപ്പീൻസ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ ശക്തമായ മഴയും പ്രദേശത്ത് അനുഭവപ്പെട്ടു. ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ നിരവധി പ്രദേശങ്ങൾ ജലം കയറി വെള്ളത്തിനടിയിലായി. ഇസബെല്ല പ്രവിശ്യയിലെ സാന്റിയോഗയിൽ ധാരാളം വീടുകൾ തകർന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മുന്നറിയിപ്പിനെ തുടർന്ന് നടത്തിയ മുൻകരുതൽ നടപടികളാണ് കൂടുതൽ ദുരിതങ്ങൾ ഒഴിവാക്കിയത്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള വാർത്ത നോക്കുകയാണെങ്കിൽ കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തുലാവർഷം കനത്തതോടുകൂടി കേരളത്തിലെ വിവിധ ജില്ലകളിൽ മഴ ശക്തമാകുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷവും അതിശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇന്നലെ രാത്രി ഇടുക്കിയിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. ഇന്നും രാത്രി ഇടുക്കിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം നോക്കുകയാണെങ്കിൽ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നമുക്ക് പരിശോധിക്കാം. രാത്രി 10 മണിക്ക് ശേഷം പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം അടുത്ത 3 മണിക്കൂറിൽ നേരത്തേക്ക് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏറ്റവും പുതിയ റഡാർ ചിത്രത്തിൽ കൃത്യമായി തന്നെ ഇടുക്കി ജില്ലയെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. കൂടുതലായും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്.